ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ അമേരിക്കയിലും അവിടെയൊക്കെ പോകുമ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അവിടൊക്കെ ഇത് പരസ്യമാണ്. അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവശ്യമുള്ള ആ ഉപകരണങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങുക. അവിടൊക്കെ ഇത് പരസ്യമാണ്. അമേരിക്കയിൽ മറ്റു പരസ്യമായിട്ട് വെച്ചിരിക്കുക. പിന്നെ ആർക്ക് ആവശ്യമുള്ളവരൊക്കെ വാങ്ങി ഇപ്പം ഓൺലൈനിലൊക്കെ കിട്ടുന്ന ഒരു രഹസ്യമാണ്. അതിനൊരു ലൈസൻസ് ഒക്കെ കൊടുത്ത് ഇവിടെ അങ്ങോട്ട് വിൽക്കാൻ തുടങ്ങുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചുകൊണ്ട് ഉപയോഗിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ആരെയാ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധ്യാനിച്ച് അതല്ലേ നല്ലത്. അമേരിക്കയിൽ മറ്റു പരസ്യമായിട്ട് വെച്ചിരിക്കുക. അവിടെ അതുകൊണ്ട് ഇത്രയും ഒരു ചൂഷണം അവിടെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒഴിവ് സമയം കിട്ടാറില്ല. അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട. ഇവിടെ മലയാള സിനിമയിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് പോലും രക്ഷയില്ല. ഇതേ കേട്ടു. എന്നെ ഒരു 3 വർഷക്കാലം ഒരു ലേഡി അവരുടെ കീപ്പായിട്ട് വെച്ചോണ്ടിരുന്നു. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. എന്തിനാണ് ഈ ആൺ പെൺ വേർതിരിവ്? സിനിമയിൽ അത് സാധിക്കില്ല. നിങ്ങൾ എന്ത് വിടലാണ് കൈവിടുന്നത്? പ്രശസ്ത ഹിന്ദി നടൻ അൽകുൽത്ത് കുൽക്കർണി തന്നെ ചുംബിക്കാൻ ശ്രമിച്ചുവെന്ന് നടി കുങ്കി മേത്ത ഫേസ്ബുക്കിൽ കുറിച്ചു. ആരാണ്? അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് പറഞ്ഞു. നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ